പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലൂടെ ഈ സമയം ദൈവത്തിൻ്റെ വചനവുമായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിടെയാക്കിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ട്രംപറ്റ് മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. ഒരിക്കലൂടെ ദൈവത്തിൻ്റെ വചനം അല്പസമയം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. പരീശന്മാർ യേശുവിനെ കൊടുക്കുവാൻ, യേശുവിനെ പിടിക്കുവാൻ ശ്രമങ്ങൾ നടത്തി ഓരോ ശ്രമങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ, അടയാളങ്ങൾ അത്രയ്ക്ക് വലുതാണ്. അടയാളങ്ങളുടെ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. മറ്റു പല സുവിശേഷങ്ങളിലും കാണാത്ത പല കാര്യങ്ങളും ആധികാരികമായി തന്നെ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിലൊന്നാണ് ലാസറിൻ്റെ മരണം, അടക്കം ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. ആ വിഷയം കഴിഞ്ഞ 12-ാം അധ്യായവും കഴിഞ്ഞ 12-ാം അധ്യായത്തിൽ ലാസർ യേശുവിൻ്റെ കൂടെ പന്തിയിലിരിക്കുന്ന അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ, ഓരോ അത്ഭുതങ്ങൾ കഴിയുമ്പോൾ ജനം കൂടുതലായി യേശുവിലേക്ക് അടുത്തു വരുന്നു, ആകൃഷ്ടരാകുന്നു. ജനം യേശുവിനെ വിശ്വസിക്കുന്നു, യേശുവിനെ അംഗീകരിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിവിടെ സംഭവിക്കുമ്പോൾ യഹൂദന്മാർ കൂട്ടത്തോടെ യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ, വലിയ പുരുഷാരം യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ, ഇതിൽ അസൂയപ്പെട്ട് പരീശന്മാരും പ്രമാണിമാരും എല്ലാം കൂടെ പറയുന്നു, നമുക്കൊന്നും സാധിക്കുന്നില്ല, കാരണം ലോകം മുഴുവനും അവൻ്റെ പിന്നാലെ പോകും. ഇങ്ങനെ അവനെ വിട്ടാൽ ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ പോകും എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ കടക്കുവാനിടയായി തീർന്നു. പ്രിയരെ, അതുകൊണ്ട് അവരിങ്ങനെ പറയുക, തമ്മി ആലോചിച്ച് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഇത് നിർത്തലാക്കാൻ, ഈ പരിപാടി അവസാനിപ്പിക്കാൻ, യേശുവിനെ കൊടുക്കാൻ, അവനെ പിടിക്കാൻ, അവനെ കൊല്ലാൻ എന്താണ് മാർഗം? എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് തലങ്ങും വിലങ്ങുമൊക്കെ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പക്ഷെ അവർ പറഞ്ഞു, നമുക്കൊന്നും സാധിക്കുന്നില്ല, കാരണം ലോകം മുഴുവനും യേശുവിൻ്റെ പിന്നാലെ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, യേശു ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പിന്നാലെ പോകാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. യേശു സർവശക്തനായ ദൈവപുത്രനാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോഴും ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയോട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. അവൻ യേശുവിനെ സകലതും വിട്ട് അനുഗമിച്ചു. പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഒക്കെ യേശു പറഞ്ഞതാണ്, എന്നെ അനുഗമിക്കാം. അവരൊന്നും എതിർത്ത് പറയാതെ യേശുവിൻ്റെ പിന്നാലെ കൂടി. ജനം അങ്ങനെ ഒരു ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ച് യേശുവിൽ ആകൃഷ്ടരാകുവാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമൂലമായ മാറ്റം നമുക്ക് അനിവാര്യമായി മാറും. നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ട് എന്ന് നാം ഉറപ്പിക്കണം. ഒരു ദിവസം ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ. സൃഷ്ടി പോകേണ്ടത് സൃഷ്ടിതാവിൻ്റെ പിന്നാലെയല്ലേ? സൃഷ്ടിയുടെ പിന്നാലെ ഒരിക്കലും സൃഷ്ടി പോകേണ്ട കാര്യമില്ല. കാരണം നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണ്, നമ്മെ സൃഷ്ടിച്ചത് മനുഷ്യനല്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദാം ഹവ്വമാരെ യേശു കർത്താവ് സൃഷ്ടിച്ചു. ആദ്യത്തെ മനുഷ്യനായ ആദാമിൻ്റെ ഭാര്യയിൽ ഒന്നെടുത്ത് സ്ത്രീയായ ഹവ്വയെ സൃഷ്ടിച്ചു. അനന്തര തലമുറകളെക്കുറിച്ചുമൊക്കെ വിശുദ്ധ വേദപുസ്തകം ആധികാരികമായി നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം സൃഷ്ടി പോകേണ്ടത് സൃഷ്ടിയുടെ പിന്നാലെ അല്ല, സൃഷ്ടിതാവിൻ്റെ പിന്നാലെയാണ്. നമുക്കറിയാം, ഒരു രോഗി അവന് അത്യാവശ്യമുള്ള ഘടകം എപ്പോഴാണെന്ന് ചോദിച്ചാൽ രോഗി അന്വേഷിക്കുന്നത് വൈദ്യനെയാണ്. ഞാനിങ്ങനെ പറയും, യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ സാക്ഷാൽ വൈദ്യനാണ്. അവൻ ദൈവപുത്രനാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ്റെ അടുക്കൽ രോഗശമനത്തിനായി ആരൊക്കെ ചെന്നിട്ടുണ്ടോ അവരെ എല്ലാം യേശു സമ്പൂർണ്ണ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇന്നും യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന രോഗികളെ സൗഖ്യമാക്കുന്നു. അത്ഭുത പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ വചനം ഉറപ്പിച്ചു മുന്നോട്ട് പോകുകയാണ്. ഇന്ന് യേശുക്രിസ്തുവിനാൽ രോഗസൗഖ്യം പ്രാപിച്ചവരുടെ
നൂറുകണക്കിന് ആളുകളുടെ സാക്ഷ്യം നമ്മൾ ദിനംപ്രതി കേൾക്കുന്നവരാണ്. അപ്പോൾ രോഗി പോകേണ്ടത് വൈദ്യൻ്റെ പിന്നാലെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാപിയായ മനുഷ്യൻ ആരുടെ പിന്നാലെ പോകണം? പാപത്തെ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്ന മനുഷ്യരുടെ കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ പാപി ചെല്ലേണ്ടത് മറ്റൊരു പാപിയുടെ അടുക്കലല്ല, മറ്റൊരു ബലഹീനൻ്റെ അടുക്കലല്ല, പിന്നെയോ മനുഷ്യൻ്റെ അടുക്കലല്ല പോകേണ്ടത്. വചനം പറയുന്നു, പ്രായശ്ചിത്ത ബലിയായി തീർന്ന യേശു കർത്താവിൻ്റെ അടുക്കൽ, നമുക്ക് പകരക്കാരനായി യാഗമായി തീർന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ ആ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ കയറിയെന്ന് വചനം പഠിപ്പിക്കുന്നെങ്കിൽ പ്രായശ്ചിത്ത ബലിയായി പകരക്കാരനായി എന്ത് ചെയ്തു? യേശു തമ്പുരാൻ യാഗമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ പാപി ചെല്ലേണ്ടത് പാപിയുടെ പുറകെ അല്ല, പാപി പോകേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ പാപത്തെ മോചിപ്പിക്കുവാൻ കഴിയുന്ന, പാപത്തെ പരിഹരിക്കാൻ കഴിയുന്ന, പാപിയായിരുന്നവനെ നീതിമാനിലേക്ക് എന്ന പദവിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, മക്കളെന്ന പദവിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. നിരാശനായി നടക്കുന്നവൻ മറ്റൊരു നിരാശയുടെ അടുക്കൽ ചെന്നേച്ചല്ല കാര്യം പറയേണ്ടത്, സമാധാന പ്രഭുവായ യേശുവിൻ്റെ അടുക്കിലേക്ക്. ഒരിക്കലും നിരാശ യേശുവിന് വരികയില്ല. നിരാശയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന, സമാധാനം നൽകും. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നിച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല, ലോകം തരുന്നത് പോലെ ശാന്തിയല്ല ദൈവം തരുന്നത്. നിത്യസമാധാനം നമുക്ക് തരുന്ന നല്ലൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ തന്നെ സത്യമന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി ആളുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഈ ലോകത്തിലുമുണ്ട്. കാരണം സത്യാന്വേഷി, യഥാർത്ഥത്തിൽ സത്യമന്വേഷിച്ച് പോകേണ്ടവൻ ആരുടെ പുറകെ പോകണമെന്നറിയാമോ? വഴിയും സത്യവും ജീവനുമായവൻ്റെ പിന്നാലെ. അത് ചുമ്മാതെ പറഞ്ഞതല്ല യേശു തമ്പുരാൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് ചുമ്മാതെ പറഞ്ഞതല്ല. തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ അനുഭവം കൊണ്ട് അത് തെളിയിച്ചു കൊടുത്തുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. അപ്പോൾ തന്നെ പറയുന്നു, മരണഭീതിയിൽ കഴിയുന്ന മനുഷ്യൻ മരണത്തിന് അവകാശപ്പെട്ടവരുടെ അടുക്കലല്ല പോകേണ്ടത്. പിന്നെയോ മരണഭീതിയിൽ കഴിയുന്ന മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയാത്തവരുടെ അടുക്കലല്ല പോകേണ്ടത്, മരണത്തെ ജയിച്ചവൻ്റെ പിന്നാലെയാണ് പോകേണ്ടത്. ലോകത്തിൽ ഇന്ന് വരെ മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് ഒരുവനുണ്ടെങ്കിൽ അത് കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണം പോലും യേശു കർത്താവിന് മുമ്പിൽ പരാജയപ്പെട്ടു. ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ എന്ന് ചോദിക്കുന്നൊരു ശബ്ദം. പ്രിയമുള്ള സ്നേഹിതരെ, അങ്ങനെയാണെങ്കിൽ മരണത്തിന് പോലും യേശുവിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. മരണം വിചാരിച്ചു 3 ദിവസം കൊണ്ട് അവൻ മരിച്ചു, അവനെ ഞാൻ അടക്കി, അവനെ ഞാൻ ഒതുക്കി, അവൻ പലരെയും മരിച്ചവരെ ഉയർപ്പിച്ചതാ, എൻ്റെ കയ്യിൽ നിന്ന് പലതിനെയും തട്ടി എടുത്ത് എഴുന്നേൽപ്പിച്ചതാ, ഇനി അവനും രക്ഷയില്ല എന്ന് വിചാരിച്ചതാ. പക്ഷേ കണക്കൂട്ടലുകൾ മൊത്തം പൊളിച്ചുകൊണ്ട് 3-ാം ദിവസം മരണത്തെ ജയിച്ച് യേശു കർത്താവ് ജയവീരനായി എഴുന്നേറ്റ് വന്നതുകൊണ്ട് എനിക്കിന്ന് പകൽക്കാലം പറയുവാൻ കഴിയും, മരണഭീതിയാൽ കഴിയുന്നവർ മരണത്തെ സ്വീകരിക്കാൻ പോകുന്നവരുടെ അടുക്കലല്ല പോകേണ്ടത്, മരണത്തെ ജയിച്ചവൻ്റെ അടുക്കിലേക്ക് പോകണം. അവസാനമായി ആടുകൾ പോകേണ്ടത് ഇടയൻ്റെ പിന്നാലെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം പഠിക്കുമ്പോൾ ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഇടയൻ ആടുകളെ സ്നേഹിക്കുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകളെ പരിപാലിക്കുന്നു. ആടുകൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഇടയൻ ചെയ്യത്തില്ല. യേശു കർത്താവ് ഇടയനാണ്, കർത്താവ് ഇടയനാണ്, യഹോവ ഇടയനാണ്. ആമേൻ. ഇസ്രായേലിൻ്റെ മധുരഗായകനായ ഇടയനായിരുന്ന ദാവീദ് പറയുന്നു, ഞാനൊരു ഇടയനാണ്, പക്ഷേ യഹോവ എൻ്റെ ഇടയനാണ്. ഞാൻ അനേക ആടുകൾക്കിടയനാണ്, പക്ഷേ എൻ്റെ ഇടയൻ യഹോവയാണ്. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോയാലും, ഏത് സാഹചര്യങ്ങൾ പ്രതികൂലമായാലും എനിക്കിടയനായ ഒരുത്തനുണ്ട്, എന്നെ വഴി നടത്തുന്ന ഒരുത്തനുണ്ട്, എൻ്റെ മുൻപേ നടക്കുന്ന ഒരുത്തനുണ്ട്. ഞാനവൻ്റെ പിന്നാലെ പോകും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം പറഞ്ഞ് നിർത്തട്ടെ. ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ. ആരുടെ? യേശുവിൻ്റെ പിന്നാലെ, ജയിച്ചവൻ്റെ പിന്നാലെ, ജയഭീതി മുഴക്കുന്നവൻ്റെ പിന്നാലെ, മരണത്തെ ജയിച്ചവൻ്റെ പിന്നാലെ, പാതാളത്തെ ജയിച്ചവൻ്റെ പിന്നാലെ, സർവശക്തനായവൻ്റെ പിന്നാലെ ഇന്നും നമുക്ക് യാത്ര തുടരാം. ഒരിക്കലും ആ
യാത്ര അവസാനിക്കാതെ നിത്യതയോളം തുടരുന്ന യാത്രയെ തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.